ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചിയാ. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോയൊക്കെ കാണുന്നുണ്ടോ? കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ഉണ്ട് കേട്ടോ. ഇരുന്ന് എൻ്റെ പൊന്നോ പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു. പച്ചക്കറികളെന്ന് പറഞ്ഞാൽ കറി വയ്ക്കാനായിട്ടൊന്നുമില്ലായിരുന്നു. ഈ തോരൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിക്കൂട്ടാല്ലേ ഇരുന്ന്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ച റെസിപ്പിയും ഇത് കുറേ നാളുകൾക്ക് മുമ്പിട്ട്. ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കിയായിരുന്നു. പണ്ട് ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ഇടുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള അത് ഈ ടൈപ്പിലല്ല ഉണ്ടാക്കിയ, വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ ചോറിനൊക്കെ നല്ല അടിപൊളി ഒരു കറിയാണ് ഇത് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. പിന്നെന്താ, ഞാനന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ റെസിപ്പികളുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ ഇടാന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജിൽസി ആണെങ്കിൽ 2-3 വീഡിയോ സഹിതം എനിക്ക് വാട്സപ്പിൽ അയച്ച്, റെസിപ്പി നല്ലയാ, പക്ഷേ അതിനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ചെയ്യാതെ വെച്ചേക്കുക. പാവം പറഞ്ഞ ഉടനെ അത്രയും മെനക്കെട്ട് എനിക്കിത് അയച്ചു തന്നെന്നുള്ളയാ. വേറെ യൂട്യൂബ് വീഡിയോയാ, ഷോർട്ടൊക്കെയാ. അതപ്പം നല്ലതാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലേ. പാവം കൊച്ച്. പിന്നെന്താ, പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. നാട്ടിലൊക്കെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഇപ്പം മഴയൊക്കെ ഇച്ചിരി ഒന്ന് തോന്നി നിൽക്കുക. അങ്ങനെ മഴ ഇല്ല. ഇനിയിപ്പം മീനൊന്നും കിട്ടുന്നേ ഇല്ല. മീനൊക്കെ നല്ല റേറ്റ് അങ്ങനെ കിട്ടുന്നില്ല. കഴിഞ്ഞൊരാടെ സ്പേസ് ഇല്ലെന്ന് പറഞ്ഞു വരുന്നു. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ മായ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, ചേച്ചിയുടെ ജാടയില്ലാത്ത സംസാരവും നാടൻ ഒരു വീട്ടമ്മയുടെ രീതിയിലുള്ള പാചകവും കുക്കിങ്ങും ഒക്കെ ആയതുകൊണ്ട് ആ വീഡിയോ കാണുന്ന ചേച്ചി എന്തോ ഇട്ടാലും കാണാമെന്നൊക്കെ. അങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഓക്കെ. രാവിലെ പുറത്ത് ഇച്ചിരി മഴ ഇങ്ങനെ ചാറി നടക്കുന്നല്ല, ചാറുന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ വന്ന് പാസ്ത, വെള്ളം തിളച്ച് കഴിഞ്ഞ് പാസ്ത ഇട്ടു. ഉപ്പിട്ടിട്ട് വെള്ളം തിളച്ചപ്പം പാസ്ത ഇട്ടു. അത് കഴിഞ്ഞ് പാല് കാച്ചാൻ വെച്ചായിരുന്നു. അപ്പം കൊച്ചിനും പോളിനും കൂടെ കോഫിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കും. അപ്പം പാല് തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഉണ്ടാക്കട്ടെ. എന്നിട്ടിപ്പം ഞാൻ ചായക്കുള്ള പാലെടുത്തിട്ട് പിന്നെ അവർക്ക് കോഫിയും കൂടെ ഉണ്ടാക്കി. അപ്പം അതൊന്ന് കൊച്ചിൻ്റേത് എടുത്തൊന്ന് ഇച്ചിരി ഒന്ന് വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചിട്ട് അവന് കൊടുക്കും. അപ്പം പാസ്തയൊക്കെ തിളച്ചു. ഞാൻ എന്തോ ചെയ്യുമെന്നോ, പാസ്ത തിളച്ച് കഴിഞ്ഞിട്ട് തീ ഓഫാക്കി അങ്ങിടും. അപ്പോൾ എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അല്ലെങ്കിൽ പാസ്തയ്ക്ക് സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് അത് അടിക്ക് പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഈ തിളച്ച് കഴിഞ്ഞിങ്ങനെ അടച്ചിടുന്നുണ്ടേ അത് കുറച്ച് കഴിഞ്ഞിങ്ങനെ അങ്ങ് കുതിർന്ന് കയറും. അപ്പം നമ്മുടെ അത്രയും ഗ്യാസും പോകത്തില്ല. അത് ആ ചൂടി കിടന്ന് നന്നായി കുതിർന്നിങ്ങനെ വെന്ത് വരും. പാസ്തയ്ക്ക് പച്ചക്കറികളൊന്നുമില്ല, സവാള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സവാള മാത്രമായിട്ട് നന്നായി വഴറ്റി ഉണ്ടാക്കുവാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇപ്പം പടക്കം പൊട്ടി തുടങ്ങിയിട്ട് എനിക്കൊന്ന് ഈ ഗണപതിയുടെ ഇതിൻ്റെയാണ്. സവാള വഴന്ന് വന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി തീർന്നു, ഇനിയും കുരുമുളക് പൊടി പൊടിക്കണം. അതുപോലെ കുരുമുളക് പൊടിയും ഇറച്ചിക്കൂട്ടും. ഞങ്ങൾ ഗരം മസാലയ്ക്ക് ഇറച്ചിക്കൂട്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഗരം മസാല പെട്ടെന്ന് തീരും. ഈ അച്ചാറൊക്കെ ഇടുമ്പോഴും ഒക്കെ കുരുമുളകാണേലും എനിക്ക് തീരും. അപ്പോൾ അതൊക്കെ ഇനിയൊന്ന് തീരാറായി, പൊടിച്ചെടുക്കണം ഇനി. ബെൻസിയെടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവൾക്കിപ്പം നല്ല ഓണം ആയതുകൊണ്ട് അവൾക്ക് വേറെ ഓർഡറുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറേ ദിവസമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഈ പോസ്റ്റ് എന്തോ പ്രോബ്ലം ആയിരുന്നു, സാധനങ്ങൾ അയക്കുന്നതിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പം ശരിയായെന്ന് പറയുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഇവന്മാർക്ക് വൈറ്റ് പാസ്ത വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലായിരുന്നു. വൈറ്റ് പാസ്ത ഉണ്ടാക്കാൻ ബട്ടർ വേണമല്ലോ. അങ്ങനെ ഞാൻ കടയിൽ ബട്ടർ പറഞ്ഞു. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു 200 ഗ്രാമിൻ്റെ ബട്ടറാണ്
ഞാൻ പറഞ്ഞാൽ അത് കൊടുത്തു വിടാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്നോണ്ടേ വലിയൊരു പാക്കറ്റ് നോക്കിയാൽ 500 ഗ്രാമിൻ്റെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബില്ല് നോക്കിയോണ്ടേ 200 ഗ്രാമിൻ്റെ വില എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ എന്തെന്ന് ഉടനെ ഫോൺ ചെയ്തു. കാരണം നമുക്ക് മറ്റൊരാളുടെ ഈ സാധനം വേണ്ട. കാരണം പുള്ളി ആ മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അയാൾക്ക് ഒരു 100 രൂപ എങ്ങാണ് ലാഭം കിട്ടുന്നത്. അപ്പോൾ ആ കടയിൽ നിൽക്കുന്ന പണിക്കാരാണ് സാധനം എടുത്തത്. പുള്ളി ഓർഡർ പറഞ്ഞു, ഇവരെടുത്തു. ഞാനങ്ങനെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നു, അവന്മാരടുത്ത് അവിടെ നിന്ന പിള്ളേരെ വഴക്ക് പറയുന്നു, ഇങ്ങനെയാണോന്ന്. തായി ആയോണ്ടല്ലേ വിളിച്ച് പറഞ്ഞത്. അതാ മറ്റ് ആരെങ്കിലും ആണെങ്കിൽ പറയത്തില്ല. അപ്പം ഇങ്ങനെ പലരും ഇങ്ങനെ ഇവിടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അബദ്ധം ഇവർ കടക്കാർ. നമ്മളിപ്പം സ്വന്തം കാര്യം നമ്മളിപ്പം സൂക്ഷിച്ച് ചെയ്യുന്നത് പോലെ പണിക്കാർ ചെയ്യണമെന്നില്ലല്ലേ. അപ്പോൾ 1-2 പേരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റുവാണെങ്കിൽ ഈ മനുഷ്യനല്ലേ നഷ്ടം. അങ്ങനെ ഉടനെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കാം, നാളെ ഹസ്ബൻഡ് രാവിലെ അവിടെ ചപ്പാത്തിക്ക് വരുന്ന ഉടനെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ റീച്ചാൻ പോയിട്ട് പിന്നെ 200 ഗ്രാമിൻ്റെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അയാൾക്കത് ഒത്തിരി ഇതായ 200 ഗ്രാമിന് എത്ര, ഇത് ഈ ഞാൻ വാങ്ങിച്ച വിലയും ഇതുമായിട്ട് 100-210 രൂപയുടെ വ്യത്യാസമുണ്ട്. റീച്ചാനവിടെ അച്ചാർ പാക്കിങ്, അതാ സൗണ്ട് സിൽവർ ടേപ്പിൻ്റെ തുണി വാഷിങ്ങിനിട്ട് അത് നടക്കുന്നു. അപ്പം ഞാൻ രാവിലത്തെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വെച്ച്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അടപ്പത്തിട്ടിട്ട് പിന്നെ എനിക്ക് ഹോളിൽ ഞങ്ങളുടെ ഇതൊരു സൈസ് ടൈലാണ്. അത് ഭയങ്കര കാണാൻ രസമാണെങ്കിലും അത് ഭയങ്കര മെനക്കേടാണ്. സാധാരണ നമ്മുടെ ഈ ഭിത്തി പോലുള്ള ആണെങ്കിൽ നമുക്ക് വലയോ പൊടിയോ കയറിയിരുന്ന ചൂലും കൊണ്ട് തൂത്ത് കളയാം. ഇതെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പൊടി കയറിയിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് രാവിലെ ഞാനും പോളൂടെ പിന്നെ അതായിരുന്നു പരിപാടി. ഞാൻ പിന്നെ എന്നാ കഴിയുന്ന എത്തുന്നിടം വരെയൊക്കെ ഞാൻ തുണി നനച്ചിട്ട് തുടയ്ക്കുമായിരുന്നു. വാക്യൂം കൊണ്ട് പിടിച്ചാലും എത്രമാത്രം ആണെങ്കിലും അത് ശരിയാവത്തില്ല. അതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഇവർ വീട് വാങ്ങിച്ചപ്പോഴേ, ഇവർ 2004 വാങ്ങിച്ച വീടാണ്. അന്നേരേ ഉള്ളതായി ഈ ടൈല്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഇപ്പോൾ കുറേ നേരം കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരമായി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വേറെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഇടയ്ക്ക് പോയി. അപ്പോഴത്തേക്കാണ് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വഴന്ന് നല്ല സെറ്റായിട്ട് വന്ന്. അപ്പോൾ പ്രൈസമ്മോൻ ഇന്ന് കാണുമ്പം സന്തോഷം അവന് ചപ്പാത്തിക്ക്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ കറി വയ്ക്കൊന്നുമില്ല അഞ്ഞ്. അപ്പോൾ ചിക്കൻ കാർത്ത് വിളിച്ച് പറഞ്ഞ് അവർ കൊണ്ടുവരും. പക്ഷേ നമ്മുടെ സമയത്ത് ഒന്നും കൊണ്ടുവരത്തില്ലല്ലേ. ചിലപ്പം അവിടെ അവർക്ക് തിരക്കില്ല എങ്കിൽ കൊണ്ടുവരും. തിരക്കാണെങ്കിൽ അവർ കുറച്ച് കഴിഞ്ഞേ കൊണ്ടുവരും. അപ്പം വിളിച്ച് പറഞ്ഞോണ്ടേ അവർ 1 മണിക്കൂർ കഴിയും. അപ്പോഴത്തേക്ക് എപ്പോഴാണ് മണി 12 കഴിഞ്ഞ് 1 മണിക്കൂറെന്ന് പറഞ്ഞാലും അവർ വരുമ്പോൾ ലേറ്റാവും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വേണ്ടാന്ന്. അങ്ങനെ ഇരുന്നാൽ ഞാനും പോളൂടെ ഞാൻ പിന്നെ ഡാഡിയുടെ ഷീറ്റൊക്കെ മാറ്റണമായിരുന്നു. പോളിൻ്റെ ഷീറ്റ് മാറ്റണം. അപ്പം ഞാനും അവനെ ഇച്ചിരി മസ്ക എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒന്ന് സോപ്പൊക്കെ ഇട്ട് ഞാനും അവനൂടെ, ഞാൻ പറഞ്ഞില്ലേ ഭിത്തിയൊക്കെ തുടയ്ക്കണമായിരുന്നെന്ന്. അപ്പോൾ അപ്പച്ചൻ്റെ ഷീറ്റൊക്കെ മാറ്റി പില്ലോ കവറൊക്കെ മാറ്റി അതായിരുന്നു പരിപാടി. അപ്പോൾ അവൻ കുറേ കൊച്ചു വർത്താനമൊക്കെ അപ്പച്ചൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇടാമേ. അവൻ്റെ വായിൽ എപ്പോഴും ഈ ഹിന്ദി, ഞാൻ പറയടാ മലയാളം പറയടാന്ന് പറഞ്ഞിട്ടുണ്ടെ കുറച്ച് നേരം പറയും, പിന്നെയും ഇത് തന്നെ തദൈവ. ഓക്കെ, ഇനി അതാ കാണിക്കുന്നേ. ഞാൻ പറഞ്ഞിട്ട് ഇത് ഭയങ്കര മെനക്കേടാ നമുക്ക്. അതിൻ്റെ അകത്തങ്ങ് ഭയങ്കര ഒരു മിനിറ്റ്, ഇത് വേറെ ഇതിൽ പോയി കിടക്കുമായിരുന്നു. അതാ ഫേസ് ഒരിത്തിരി വല്ലാതെ തന്നെ അങ്ങ് പൊടി അങ്ങ് അകത്തോട്ട് കയറിയിരിക്കുക. കട്ട ശരിയല്ല, സ്ട്രെയിറ്റ് അല്ലല്ലോ കട്ട. ഇച്ചിരി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തിരി വിടവൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പൊടികൾ കയറിയിരിക്കും. എത്രമാത്രം ഞാനത് ചെയ്യും. ഞാൻ പറയായിരുന്നു ഇതുപോലുള്ള ഇതായിരുന്നെങ്കിൽ ചൂല് കൊണ്ട് അങ്ങ് തൂത്താൽ മതിയായിരുന്നു. എല്ലാം എൻ്റെ കൈ ചെല്ലണ്ടേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയും ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ അവൻ പറയും പെങ്കൊച്ചാവുമ്പോൾ ചെയ്യും കണ്ടറിയാമായിരുന്നെന്ന്. പിന്നെ അതിന് പോൾ എന്നെ സഹായിക്കും കേട്ടോ. ഇച്ചിരി ഒന്ന് സോപ്പിട്ടാൽ മതി മോനെ ചക്കര എന്നൊക്കെ വിളിച്ചാൽ മതി. മറ്റോ വന്ന് നമുക്ക് വയ്യെങ്കിൽ ഇങ്ങനെ തടവി തരും. അല്ലാതെ ജോലിയൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ഓക്കെ, ഞാനാ ചെയ്തത്. ഞാൻ
ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ അതൊന്നും പറയുന്നു. എല്ലാം ഞാനാ ചെയ്യുന്നത്. Apacha, how are you? Fine. Fine. What about you? I am also fine. Apacha, कुछ मैसेज बोलो ना एक दुनिया को. क्या मैसेज बोल रहे हैं? വിജിയുടെ വീഡിയോ എല്ലാവരും കാണണം. बोलो. क्या मैसेज देने का? कोई भी मैसेज दो. मैसेज दो. कल कौन सा गाना है? कौन आने वाला है? कल कौन आने वाला है? हाँ? कल कौन आने वाला है? അല്ലേ ആജ് आज हाँ, कौन आने वाला है? सीजू अच्छे से. हाँ, യൂത്ത് മീറ്റിംഗ്. यूथ मीटिंग है. फिर ये तैयार हो गया? तैयार होने का क्या है, वो अभी जाने के बाद पता चलेगा क्या है. क्या? ये सेट हो गया. अब करना है बेड. मजा आ गया. എല്ലാവരും സുഖമായിട്ട് കടന്നോ 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 ഒന്ന് കടന്ന് പറ എങ്ങനെയുണ്ട്. എടാ പോടാ, അപ്പച്ച കിടക്കുമ്പോൾ കിടന്നോളൂ. എല്ലാവരും ബിജീസ് കിച്ചണിലേക്ക് ഹായ് പറ. അങ്ങനെ പിന്നെ ഇരുന്ന് ചിന്തിച്ചുടനെ ചിന്തിച്ചെന്നാ ഡാളിരിപ്പോണ്ട് ഡാളുകറി വെക്കാമെന്ന് വെച്ചാണ് ഞാൻ ചിന്തിച്ച്. അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച് എനിക്ക് എന്നോട് ചോദിച്ച റെസിപ്പിയുമാ അന്നേരം ഇതങ്ങ് ഇടാമെന്ന്. എന്താ പപ്പടം കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിങ്ങനെ ഓയിലൊഴിച്ച് ഇച്ചിരി ഒരു നുള്ള് കടുക് ഇട്ടുള്ളൂ. കാരണം ഞാൻ ലാസ്റ്റിലൊന്ന് കടുക് വറക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇരിച്ചിട്ട് പിന്നെ കറിവേപ്പില ഇട്ട് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഒരു 2 സവാളയും കൂടെ ഇട്ടിട്ട് ഞാനിതിലിപ്പോൾ ഒരു 2 ഉരുളൻകിഴങ്ങ് ചെറിയ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങ് താല്പര്യമില്ല എങ്കിൽ ചേർക്കണ്ട. പക്ഷേ ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. കറിക്ക് നല്ലൊരു പപ്പടം ആകുമ്പോൾ അങ്ങ് കുതിർന്നിരിക്കത്തേ ഉള്ളൂ. ഈ ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കൊഴുപ്പ്, ഒരു ആ ചാറിനൊക്കെ ഒരു പ്രത്യേക രുചിയും കിട്ടും. അതുപോലെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള മാത്രമേ ചേർത്തുള്ളൂ. ഉരുളൻകിഴങ്ങും ചേർത്തിട്ട് ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ആ കഷ്ണങ്ങൾക്കൊരു കളറ് കിട്ടാൻ. എന്നിട്ട് കുറച്ച് നേരം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ആ ഉരുളൻകിഴങ്ങിലെ ഉള്ളിയിലേക്ക് വെള്ളം ഒന്ന് ഇറങ്ങി വന്ന് പെട്ടെന്ന് ആ ഉരുളൻകിഴങ്ങൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം ഇതൊന്ന് അടച്ചു കൊടുക്കാമേ. ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് ഞാനിവിടെ ഒരു 10-12 ചെറിയ പപ്പടമായിരുന്നു ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി വലിയതാക്കണ്ട, ഞാനിങ്ങനെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങളുടെയൊക്കെ എത്ര പേര് വീട്ടിലുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച്, എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പപ്പടം എടുക്കാമേ. ഇപ്പം ഞങ്ങൾ ഇത്രയും പേരില്ലേ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഒരിച്ചിരിയും കൂടെ ചെറുതായിട്ട് പപ്പടം കട്ട് ചെയ്താലും കുഴപ്പമില്ലേ. കാരണം ഇത് നമ്മൾ കറിക്കകത്തിടുമ്പോഴേ ഇത്തിരി സോക്കായിട്ട് ഇത്തിരിയും കൂടെ അങ്ങ് വലുതാവും. അപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് മസാല പപ്പടമായിരുന്നു. നമ്മുടെ സാധാ കേരള പപ്പടവും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചെറിയ പപ്പടമായിരുന്നു കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഇച്ചിരി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.5. മുളക് പൊടി കുറച്ച് മതിയേ. നിങ്ങൾക്കിതിന് പച്ചമുളക് വേണേൽ പച്ചമുളകും ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി പൊടികളുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ടേ. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാമേ. തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ച് തേങ്ങ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി വെള്ളം കൂടിയിരുന്നാലും കുഴപ്പമില്ല. കാരണം ഈ പപ്പടം ഇടുമ്പം ആ പപ്പടം ഈ വെള്ളമൊക്കെ അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരിയും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പപ്പടം ഇട്ട് കൊടുക്കാം.
ഞാൻ ഇതിന് മുമ്പിട്ട് ഇങ്ങനെ തേങ്ങയൊന്നും ചേർക്കാതെ ബാക്കിയെല്ലാം ചെയ്ത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല. തീ കുറച്ചിട്ട് ഇനി ഒരു 5 മിനിറ്റോടെ കിടക്കട്ടെ. പപ്പടം എല്ലാം ഒന്ന് ആ വെള്ളത്തിലൊന്ന് അമക്കി ഒന്ന് ഇങ്ങനെ കിടക്കട്ടെ. തീ കുറച്ചിട്ടാൽ മതിയേ. അപ്പോൾ ഇത് നന്നായി കുറുകി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ ഒരു ഇത്തിരി കുറുകി. ഇനിയും ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കണ്ട എങ്കിൽ ചേർക്കണ്ട കേട്ടോ. ചാറിന് തന്നെ നല്ലൊരു ടേസ്റ്റ്. ഇനി നമുക്ക് തിരിച്ച് കടുക് വറുത്തി ചേർക്കാം. അപ്പം വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇച്ചിരിയും കൂടെ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ ആ പപ്പടമൊക്കെ ഒന്നുകൂടെ ഒന്ന് പീസാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.